ആലപ്പുഴ വെള്ളം അനിതാ തമ്പി. അനിതാ തമ്പി രചിച്ച ആലപ്പുഴ വെള്ളം എന്ന കവിത ഒരു എഴുത്തുകാരൻ്റെ സർഗാത്മകതയിലും സ്വത്വബോധത്തിലും ജന്മദേശം എപ്രകാരം സ്വാധീനം ചെലുത്തുന്നു എന്നതിനെക്കുറിച്ചുള്ള മനോഹരമായ ആവിഷ്കാരമാണ്. ആശയം: കവിതയുടെ പശ്ചാത്തലം. പ്രശസ്ത കവി ആറ്റൂർ രവിവർമ്മയുടെ ഒരു ചോദ്യത്തിൽ നിന്നാണ് ഈ കവിതയുടെ ഉത്ഭവം. സാഹിത്യകൃതികളിൽ തനിമയുള്ള മലയാള പദമായ വെള്ളം എന്നതിന് പകരം എന്തിനാണ് ജലം എന്ന സംസ്കൃത പദം ഉപയോഗിക്കുന്നത് എന്നതായിരുന്നു ആ ചോദ്യം. ഈ ചോദ്യം കവയിത്രിയിൽ തൻ്റെ ദേശത്തെയും അവിടുത്തെ വെള്ളത്തെയും കുറിച്ചുള്ള ആഴത്തിലുള്ള ചിന്തകൾക്ക് കാരണമായി. ആലപ്പുഴ വെള്ളത്തിൻ്റെ തനിമ. കവയിത്രിയെ സംബന്ധിച്ചിടത്തോളം ആലപ്പുഴയിലെ വെള്ളം എന്നത് വെറുമൊരു ദ്രാവകമല്ല. അത് തൊണ്ടു ചീഞ്ഞ മണമുള്ളതും കടലിൻ്റെ ഉപ്പുരസം കലർന്നതും ഇരുമ്പിൻ്റെ ചുവയുള്ളതുമാണ്. കടും ചായയുടെ നിറമുള്ള കലങ്ങിയ ഈ കലശ വെള്ളത്തിൻ്റെ മകളായാണ് കവയിത്രി സ്വയം അടയാളപ്പെടുത്തുന്നത്. വെള്ളവും ജലവും തമ്മിലുള്ള വൈരുദ്ധ്യം. ജലം എന്ന പദം കവയിത്രിക്ക് വയനാട്ടിലെയും നിളയിലെയും മലനാട്ടിലെയും തെളിനീരിനെയാണ് ഓർമ്മിപ്പിക്കുന്നത്. ആകാശത്ത് നിന്ന് നിലം തൊടും മുൻപുള്ള മണമോ നിറമോ ഇല്ലാത്ത ശുദ്ധമായ ഒന്നാണ് അവർക്ക് ജലം. എന്നാൽ ആലപ്പുഴയിലെ കനാലുകളിലും കായലുകളിലും കുളവാഴകൾക്കിടയിലും കാണപ്പെടുന്ന അധ്വാനിക്കുന്ന മനുഷ്യരുടെ വിയർപ്പിൻ്റെ വെക്കയുള്ള വെള്ളമാണ് അവർക്ക് കൂടുതൽ പരിചിതം. ദേശത്തിൻ്റെ അടയാളങ്ങൾ. ബോട്ട് ജെട്ടികൾ, കല്ലിരുമ്പ് പാലങ്ങൾ, ചകിരിപ്പൊന്നുളി, കരിമണ്ണ് എന്നിവയെല്ലാം ആലപ്പുഴയുടെ ജൈവികമായ അടയാളങ്ങളായി കവിതയിൽ കടന്നുവരുന്നു. പാത്രങ്ങളിൽ തേച്ചാലും മായാത്ത കറയായി പറ്റിപ്പിടിച്ചിരിക്കുന്ന ഉപ്പിൻ്റെ അംശത്തെ വെള്ളത്തിൻ്റെ വേദനയായാണ് കവയിത്രി സങ്കല്പിക്കുന്നത്. സ്വത്വപ്രതിസന്ധി. പതിറ്റാണ്ടുകളായി തെക്കൻ കേരളത്തിൽ താമസിക്കുന്ന കവയിത്രിയുടെ ജീവിതം അവിടെ ഉറച്ചു പോയിട്ടുണ്ട്. എങ്കിലും ഒരു കവിത എഴുതാൻ തുടങ്ങുമ്പോൾ താൻ ആലപ്പുഴയിലെ കരിമണ്ണ് നിറമുള്ള ഒരു പെൺകുട്ടിയാണോ അതോ തെക്കൻ നാട്ടിലെ ജലം ഉപയോഗിക്കുന്ന വ്യക്തിയാണോ എന്ന സംശയം അവരെ വേട്ടയാടുന്നു. ജലം എന്ന് എഴുതണമോ വെള്ളം എന്ന് എഴുതണമോ എന്നറിയാതെ അവരുടെ തൊണ്ട ദാഹിക്കുന്നു. ദേശം എന്നത് വെറുമൊരു സ്ഥലമല്ല, മറിച്ച് അത് വ്യക്തിയുടെ ഓർമ്മകളും രുചികളും ഗന്ധങ്ങളും ചേർന്ന സ്വത്വമാണ് എന്ന് ഈ കവിത സമർത്ഥിക്കുന്നു. ആലപ്പുഴയുടെ പരിക്കൻ യാഥാർത്ഥ്യങ്ങൾ ഉൾക്കൊള്ളാൻ വെള്ളം എന്ന പദമാണ് കൂടുതൽ അനുയോജ്യമെന്ന് കവയിത്രി തിരിച്ചറിയുന്നു. വിഗ്രഹിക്കുക. കരിമണ്ണ് നിറക്കാരി, കരിമണ്ണിൻ്റെ നിറമുള്ളവൾ. ജലഗതാഗതം, ജലത്തിലൂടെയുള്ള ഗതാഗതം. കലശുവെള്ളം, കലങ്ങിയ വെള്ളം അല്ലെങ്കിൽ കലശിയ വെള്ളം. കവിതാപുസ്തകം, കവിത അടങ്ങിയ പുസ്തകം അല്ലെങ്കിൽ കവിതകളുടെ പുസ്തകം. തെക്കൻ നീര്, തെക്ക് ദേശത്തെ നീര്. 1 മാർക്കിൻ്റെ ചോദ്യങ്ങൾ. 1. കവിതയിൽ ആലപ്പുഴക്കാരി ജലം എന്നതിനെ വെള്ളം എന്ന് തിരുത്തി എഴുതിയതിനെക്കുറിച്ച് ചോദ്യം ചെയ്ത കവി ആര്? കവി ആറ്റൂർ രവിവർമ്മ. 2. കവിതയിൽ ആലപ്പുഴക്കാരി തൻ്റെ ദേശം നൽകിയ നിറത്തെയും രൂപത്തെയും എങ്ങനെയാണ് വിശേഷിപ്പിക്കുന്നത്? ഉത്തരം: കരിമണ്ണ് നിറക്കാരി, മെടഞ്ഞോല, മുടിക്കാരി. 3. കായലുകളിൽ നിന്നും തോടുകളിൽ നിന്നുമുള്ള കലങ്ങിയ വെള്ളത്തെ കവിതയിൽ സൂചിപ്പിക്കാനായി ഉപയോഗിക്കുന്ന പദം എന്ത്? ഉത്തരം: കലശുവെള്ളം. 4. വെള്ളം പാത്രങ്ങളിൽ പറ്റിച്ചേർന്നുണ്ടാകുന്ന പാടുകളെ കവയിത്രി എന്തിനോടാണ് താരതമ്യം ചെയ്യുന്നത്? ഉത്തരം: ചെതുമ്പൽ. 5. തെളിഞ്ഞതും ശുദ്ധവുമായ നീര് കവിതയിൽ ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? ഉത്തരം: ജലം. ഇനി 3 മാർക്കിൻ്റെ ചോദ്യങ്ങളാണ്. തൊണ്ട് ചീഞ്ഞ മണമുള്ളത് എന്ന് കവി ആലപ്പുഴ വെള്ളത്തെ വിശേഷിപ്പിക്കാൻ കാരണമെന്ത്? അനിതാ തമ്പിയുടെ ആലപ്പുഴ വെള്ളം എന്ന കവിതയിൽ തൻ്റെ ജന്മദേശത്തെ വെള്ളത്തിൻ്റെ ജൈവികമായ സവിശേഷതയായിട്ടാണ് തൊണ്ടു ചീഞ്ഞ മണം എന്ന് വിശേഷിപ്പിക്കുന്നത്. ഇതിൻ്റെ പ്രധാന കാരണങ്ങൾ താഴെ പറയുന്നവയാണ്. 1. കയർ വ്യവസായം. ആലപ്പുഴയിലെ പ്രധാനപ്പെട്ട ഒരു വ്യവസായ മേഖലയാണ് കയർ നിർമ്മാണം. കയർ നിർമ്മിക്കുന്നതിന് ആവശ്യമായ ചകിരിനാര് വേർതിരിച്ചിട്ടിരിക്കുന്നതിനാണ് തെങ്ങിൻ്റെ തൊണ്ട് ദിവസങ്ങളോളം വെള്ളത്തിലിട്ട് ചീയിച്ചെടുക്കാറുള്ളത്. തൊണ്ട് വെള്ളത്തിലിട്ട് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന സവിശേഷമായ ഗന്ധവും രുചിയും ആ പ്രദേശത്തെ കനാലുകളിലെയും കായലുകളിലെയും വെള്ളത്തിൽ അലിഞ്ഞു ചേരുന്നു. കവയിത്രിയെ സംബന്ധിച്ചിടത്തോളം ആലപ്പുഴയിലെ വെള്ളം എന്നത് വയനാട്ടിലെയോ നിളയിലെയോ തെളിനീരല്ല, മറിച്ച് അത് ഉപ്പുരസമുള്ളതും ഇരുമ്പിൻ്റെ ചുവയുള്ളതും തൊണ്ടു ചീഞ്ഞ ഗന്ധമുള്ളതുമായ പച്ചയായ യാഥാർത്ഥ്യമാണ്. കടും ചായ നിറമുള്ള ഈ കലശു വെള്ളത്തിൻ്റെ മകളായാണ് കവയിത്രി സ്വയം അടയാളപ്പെടുത്തുന്നത്. തൻ്റെ നാടിൻ്റെ തൊഴിൽ സംസ്കാരവും ഭൂമിശാസ്ത്രപരമായ പ്രത്യേകതകളും വെള്ളത്തിൽ കലർന്നിരിക്കുന്നതിനാലാണ് കവി ഇത്തരം ഒരു വിശേഷണം നൽകിയിരിക്കുന്നത്. 2. കവിതയിൽ ജലം എന്ന വാക്കിന് നൽകുന്ന ഭൗമശാസ്ത്രപരമായ സവിശേഷതകൾ എന്തെല്ലാം? ഉത്തരം: അനിതാ തമ്പിയുടെ ആലപ്പുഴ വെള്ളം എന്ന കവിതയിൽ ജലം എന്ന പദത്തിന് നൽകുന്ന ഭൗമശാസ്ത്രപരവും ജൈവികവുമായ സവിശേഷതകൾ. 1. ദേശപരമായ പ്രത്യേകതകൾ. വയനാട് നിളയുടെ തീരങ്ങൾ, മലനാട്, തെക്കൻ നാടുകൾ എന്നിവിടങ്ങളിൽ കാണപ്പെടുന്ന തെളിനീരിനെയാണ് കവയിത്രി ജലം എന്ന് വിശേഷിപ്പിക്കുന്നത്. ഉറവിടം: ആകാശത്ത് നിന്ന് അടർന്നു വീഴുന്നതും നിലം തൊടുന്നതിന് മുൻപുള്ളതുമായ ശുദ്ധമായ അവസ്ഥയാണിത്.
കൂടാതെ മണ്ണിൻ്റെ ആഴങ്ങളിൽ നിന്ന് ലഭിക്കുന്ന നിർമ്മലമായ വെള്ളത്തെയും ഇത് സൂചിപ്പിക്കുന്നു. ഭൗതിക ഗുണങ്ങൾ. ജലം എന്നത് മണമില്ലാത്തതും നിറമില്ലാത്തതുമായ ഒന്നാണ്. ആലപ്പുഴയിലെ വെള്ളത്തിന് തൊണ്ടു ചീഞ്ഞ മണവും കടും ചായയുടെ നിറവുമുള്ളപ്പോൾ ജലം ഈ കലർപ്പുകളില്ലാത്ത ശുദ്ധരൂപമാണ്. ഗതിയും ഒഴുക്കും. ദൂരത്തു നിന്നും ഉയരങ്ങളിൽ നിന്നും ഒഴുകി വരുന്നതും സമതലങ്ങളിൽ കെട്ടിക്കിടന്ന് വാടിപ്പോകാത്തതുമായ സജീവമായ തെളിനീരിനെയാണ് ജലം എന്ന പദം പ്രതിനിധീകരിക്കുന്നത്. കവയിത്രിയെ സംബന്ധിച്ചിടത്തോളം ജലം എന്നത് പ്രകൃതിയുടെ മാറ്റം സംഭവിക്കാത്ത ഉയരങ്ങളിൽ നിന്ന് ഉത്ഭവിക്കുന്ന പരിശുദ്ധമായ രൂപമാണ്. എന്നാൽ വെള്ളം എന്നത് ആലപ്പുഴയുടെ മണ്ണും വിയർപ്പും ഗന്ധവും കലർന്ന പരുക്കൻ യാഥാർത്ഥ്യമാണ്. 3. കവിതയിൽ സൂചിപ്പിക്കുന്ന ആലപ്പുഴയുടെ ഭൂപ്രകൃതിയെ സൂചിപ്പിക്കുന്ന വാക്കുകൾ ഏതെല്ലാമാണ്? ഉത്തരം അനിത തമ്പിയുടെ ആലപ്പുഴ വെള്ളം എന്ന കവിതയിൽ ആലപ്പുഴയുടെ സവിശേഷമായ ഭൂപ്രകൃതിയെയും ജൈവികമായ അടയാളങ്ങളെയും സൂചിപ്പിക്കാൻ താഴെ പറയുന്ന പദങ്ങൾ ഉപയോഗിക്കുന്നു. 1. കരിമണ്ണ്. ആലപ്പുഴയെ കരിമണ്ണ് നിറക്കാരി എന്നാണ് കവിതയിൽ വിശേഷിപ്പിക്കുന്നത്. ഉയർന്ന അളവിൽ ഇരുമ്പും കാൽസ്യവും അടങ്ങിയ ഫലഭൂയിഷ്ഠമായ ഈ മണ്ണ് ആലപ്പുഴയുടെ ഭൂമിശാസ്ത്രപരമായ പ്രത്യേകതയാണ്. 2. ജലാശയങ്ങൾ. ആലപ്പുഴയുടെ ജലസമൃദ്ധമായ ഭൂപ്രകൃതിയെ അടയാളപ്പെടുത്താൻ കനാലുകൾ, കുളം, കായൽ, നീർച്ചാലുകൾ എന്നീ പദങ്ങൾ കവി ഉപയോഗിക്കുന്നു. 3. സസ്യജാലങ്ങൾ. ജലാശയങ്ങളിലെ പച്ചപ്പിനെ സൂചിപ്പിക്കാൻ വിരിപ്പായൽ, കുളവാഴ എന്നീ വാക്കുകൾ ഉപയോഗിച്ചിരിക്കുന്നു. കൂടാതെ ആലപ്പുഴയുടെ പ്രകൃതിയെ മെടഞ്ഞോല മുടിക്കാരി എന്ന് വിശേഷിപ്പിക്കുന്നത് അവിടുത്തെ തെങ്ങുകളുടെ സമൃദ്ധിയാണ് കാണിക്കുന്നത്. 4. മണൽപ്പുറം. വേനൽക്കാലത്തെ പരുക്കൻ ഭൂപ്രകൃതിയെ സൂചിപ്പിക്കാൻ ചൊരിമണൽ എന്ന പദം കവിതയിലുണ്ട്. 5. ഭൂപ്രകൃതിയുടെ ഭാഗമായി മാറിയ ബോട്ട് ജെട്ടികൾ, കല്ലിരുമ്പ് പാലങ്ങൾ എന്നിവയും ആലപ്പുഴയുടെ അടയാളങ്ങളായി കവിതയിൽ കടന്നുവരുന്നു. 6. സമതലങ്ങൾ. ആലപ്പുഴയുടെ താഴ്ന്ന ഭൂപ്രകൃതിയെ സൂചിപ്പിക്കാൻ സമതലങ്ങൾ എന്ന പദവും കവി ഉപയോഗിച്ചിട്ടുണ്ട്. വെള്ളവും മനുഷ്യനും മനുഷ്യനിർമ്മിതികളും ഇഴചേർന്ന ആലപ്പുഴയുടെ സവിശേഷമായ ഒരു ഭൂപടം ഈ വാക്കുകളിലൂടെ കവി വായനക്കാരിലേക്ക് എത്തിക്കുന്നു. 5 മാർക്കിൻ്റെ ചോദ്യങ്ങൾ. 1. ഇരുമ്പിൻ്റെ ചുവയുള്ള വിയർപ്പിൻ്റെ വെക്കയുള്ള ആലപ്പുഴ വെള്ളം എന്ന പ്രയോഗം ആലപ്പുഴയിലെ ജനജീവിതത്തെ എങ്ങനെ പ്രതിഫലിപ്പിക്കുന്നു എന്ന് വ്യക്തമാക്കുക. ഉത്തരം അനിത തമ്പിയുടെ ആലപ്പുഴ വെള്ളം എന്ന കവിതയിലെ ഈ പ്രയോഗം ആലപ്പുഴയിലെ പരുക്കൻ യാഥാർത്ഥ്യങ്ങളെയും അവിടുത്തെ അധ്വാനിക്കുന്ന മനുഷ്യരുടെ ജീവിതത്തെയും ആഴത്തിൽ പ്രതിഫലിപ്പിക്കുന്നു. ഇതിൻ്റെ വിവിധ തലങ്ങൾ താഴെ പറയുന്നവയാണ്. വിയർപ്പിൻ്റെ വെക്കയുള്ള എന്ന പ്രയോഗം ആലപ്പുഴയിലെ അധ്വാനിക്കുന്ന ജനവിഭാഗത്തെയാണ് സൂചിപ്പിക്കുന്നത്. കയർ വ്യവസായത്തിലും കാർഷിക മേഖലയിലും ഏർപ്പെട്ടിരിക്കുന്ന സാധാരണക്കാരുടെ കഠിനാധ്വാനവും അവരുടെ ശരീരത്തിൽ നിന്ന് ഒഴുകുന്ന വിയർപ്പിൻ്റെ ചൂടും മണവും ആ നാട്ടിലെ വെള്ളത്തിൽ അലിഞ്ഞു ചേർന്നിരിക്കുന്നു എന്ന് കവി സങ്കല്പിക്കുന്നു. ആലപ്പുഴയിലെ വെള്ളത്തിന് ഇരുമ്പിൻ്റെ ചുവ അനുഭവപ്പെടുന്നത് അവിടുത്തെ മണ്ണിൻ്റെയും ജലാശയങ്ങളുടെയും സവിശേഷത മൂലമാണ്. ഉയർന്ന അളവിൽ ഇരുമ്പും കാൽസ്യവും അടങ്ങിയ കരിമണ്ണും തോടുകളിലും കായലുകളിലും ചീയാനിട്ടിരിക്കുന്ന തെങ്ങിൻ തൊണ്ടുകളിൽ നിന്ന് പുറപ്പെടുന്ന ധാതുക്കളും വെള്ളത്തിന് ഒരുതരം തുരുമ്പിൻ്റെയോ ഇരുമ്പിൻ്റെയോ രുചി നൽകുന്നു. ആലപ്പുഴയിലെ പ്രധാന ഉപജീവന മാർഗമായ കയർ നിർമ്മാണത്തിനായി തൊണ്ട് ദിവസങ്ങളോളം വെള്ളത്തിലിട്ട് ചീയിക്കാറുണ്ട്. ഈ പ്രക്രിയയിലൂടെ വെള്ളത്തിന് ലഭിക്കുന്ന സവിശേഷമായ ഗന്ധവും രുചിയും ആ നാടിൻ്റെ തൊഴിൽ സംസ്കാരത്തിൻ്റെ ഭാഗമാണ്. കവയിത്രിയെ സംബന്ധിച്ചിടത്തോളം ജലം എന്നത് വയനാട്ടിലെയും നിളയിലെയും തെളിനീരാണ്. എന്നാൽ വെള്ളം എന്നത് ആലപ്പുഴയുടെ വിയർപ്പും മണവും കലർന്ന പച്ചയായ ജീവിതാനുഭവമാണ്. മലിനമെന്ന് മറ്റുള്ളവർക്ക് തോന്നാവുന്ന ഈ കലശവെള്ളത്തിൻ്റെ മകളായാണ് കവയിത്രി സ്വയം അടയാളപ്പെടുത്തുന്നത്. ഇത് ആ നാട്ടിലെ ജനങ്ങളുടെ ആത്മബന്ധത്തെയും സ്വത്വത്തെയും കാണിക്കുന്നു. ആലപ്പുഴയിലെ വെള്ളം കേവലം ഒരു ദ്രാവകമല്ല, മറിച്ച് അവിടുത്തെ ജനങ്ങളുടെ കഠിനാധ്വാനവും സങ്കടവും ചരിത്രവും അലിഞ്ഞു ചേർന്ന ഒരു ജൈവ സാന്നിധ്യമാണെന്ന് ഈ വരികൾ വ്യക്തമാക്കുന്നു. 2. കവിതയിൽ വെള്ളത്തിൻ്റെ വേദന എന്ന് കവയിത്രി സങ്കല്പിച്ചത് എന്തുകൊണ്ടാണ്? ഉത്തരം അനിത തമ്പിയുടെ ആലപ്പുഴ വെള്ളം എന്ന കവിതയിൽ ആലപ്പുഴയിലെ ജലത്തിൻ്റെ പ്രത്യേകതകളെയും അവിടുത്തെ ജനങ്ങളുടെ ജീവിതാനുഭവങ്ങളെയും സൂചിപ്പിക്കാനാണ് വെള്ളത്തിൻ്റെ വേദന എന്ന പ്രയോഗം കവയിത്രി ഉപയോഗിച്ചത്. 1. പാത്രങ്ങളിലെ മാറാത്ത കറ. ആലപ്പുഴയിലെ വെള്ളം ഉപ്പുരസമുള്ളതും ലവണാംശങ്ങൾ കലർന്നതുമാണ്. ഈ വെള്ളം പിഞ്ഞാണങ്ങളിലും ചരുവങ്ങളിലും കുടങ്ങളിലും കോരി വയ്ക്കുമ്പോൾ എത്ര തേച്ചാലും ഉരച്ചാലും മായാത്ത പാടുകളായി അവ പറ്റിപ്പിടിച്ചിരിക്കുന്നു. 2. ചെതുമ്പൽ പോലുള്ള അടയാളം. മീനിൻ്റെ ശരീരത്തിലെ ചെതുമ്പൽ പോലെ പാത്രങ്ങളിൽ പറ്റിപ്പിടിച്ചിരിക്കുന്ന ഈ വെളുത്ത പാടുകളെയാണ് കവയിത്രി വെള്ളത്തിൻ്റെ വേദന എന്ന് വിളിക്കുന്നത്. 3. ജലത്തിൻ്റെ അവസ്ഥ. ആ നാട്ടിലെ വെള്ളം അനുഭവിക്കുന്ന മലിനീകരണവും ശുദ്ധജലം ലഭിക്കാനുള്ള പ്രയാസവും ഈ വരികളിലൂടെ പ്രകടമാകുന്നു. 4. അനുഭവങ്ങളുടെ ശേഷിപ്പ്. പാത്രങ്ങളിൽ നിന്ന് കഴുകിക്കളയാൻ കഴിയാത്ത ഈ പാടുകൾ അവിടുത്തെ വെള്ളത്തിൻ്റെ ദുർഘടമായ അവസ്ഥയുടെയും അത് ഉപയോഗിക്കുന്ന മനുഷ്യരുടെ
കഷ്ടപ്പാടുകളുടെയും അടയാളമായി കവയിത്രി സങ്കല്പിക്കുന്നു. ചുരുക്കത്തിൽ ആലപ്പുഴയുടെ വെള്ളത്തിന് സ്വാഭാവികമായി ഉണ്ടായിരിക്കേണ്ട തെളിമ നഷ്ടപ്പെട്ടതും അത് പാത്രങ്ങളിൽ മായാത്ത വടുക്കളായി അവശേഷിക്കുന്നതുമാണ് വെള്ളത്തിന്റെ വേദന എന്ന സങ്കല്പത്തിന് ആധാരം. ഇനി 7 മാർക്കിന്റെ ചോദ്യങ്ങളാണ്. ആലപ്പുഴ വെള്ളം എന്ന കവിതയിൽ കവയിത്രി അവതരിപ്പിക്കുന്ന ജലസങ്കല്പത്തെയും സ്വത്വബോധത്തെയും മുൻനിർത്തി ജലം, വെള്ളം എന്നീ പദങ്ങൾ നൽകുന്ന അനുഭവപരമായ അർത്ഥതലങ്ങൾ താരതമ്യം ചെയ്ത് വിശദമാക്കുക. ഉത്തരം: അനിതാ തമ്പിയുടെ ആലപ്പുഴ വെള്ളം എന്ന കവിത ദേശം എങ്ങനെ ഒരാളുടെ ഭാഷയെയും സ്വത്വത്തെയും നിർണ്ണയിക്കുന്നു എന്നതിൻ്റെ ആഴത്തിലുള്ള ആവിഷ്കാരമാണ്. പ്രശസ്ത കവി ആറ്റൂർ രവിവർമ്മയുടെ വെള്ളമല്ലേ നല്ലത് എന്ന ചോദ്യമാണ് കവിതയ്ക്ക് ആധാരമായ ചിന്തകൾക്ക് തുടക്കമിട്ടത്. കവിതയിൽ ജലം, വെള്ളം എന്നീ പദങ്ങൾ കേവലം പര്യായ പദങ്ങളല്ല, മറിച്ച് 2 വ്യത്യസ്തമായ അനുഭവ മണ്ഡലങ്ങളെയാണ് അവ പ്രതിനിധീകരിക്കുന്നത്. ജലം നൽകുന്ന അനുഭവപരമായ അർത്ഥതലങ്ങൾ. കവയിത്രിയുടെ സങ്കല്പത്തിൽ ജലം എന്നത് പരിശുദ്ധവും അക്കാദമിക സ്വഭാവമുള്ളതുമായ പദമാണ്. അത് വയനാട്, നിളാനദി, മലനാട് എന്നിവിടങ്ങളിലെ മാലിന്യമില്ലാത്ത തെളിനീരിനെ സൂചിപ്പിക്കുന്നു. ആകാശത്ത് നിന്ന് അടർന്നു വീഴുന്നതും മണ്ണിൽ തൊടുന്നതിനു മുൻപുള്ളതുമായ മണമോ നിറമോ ഇല്ലാത്ത ശുദ്ധരൂപമാണിത്. ഉയരങ്ങളിൽ നിന്ന് ഒഴുകി വരുന്നതും സമതലങ്ങളിൽ കെട്ടിക്കിടന്ന് വാടിപ്പോകാത്തതുമായ ഒന്നാണ് കവിക്ക് ജലം. വെള്ളം നൽകുന്ന അനുഭവപരമായ തലങ്ങൾ. വെള്ളം എന്നത് ആലപ്പുഴയുടെ മണ്ണും തൊഴിലും വിയർപ്പും കലർന്ന പച്ചയായ ജീവിതാനുഭവമാണ്. അതിന് തൊണ്ടു ചീഞ്ഞ മണവും കടലിൻ്റെ ഉപ്പുരസവും കടിഞ്ചായയുടെ നിറവുമാണുള്ളത്. അധ്വാനിക്കുന്ന മനുഷ്യരുടെ വിയർപ്പിൻ്റെ വെക്കയും ഇരുമ്പിൻ്റെ ചുവയും ആലപ്പുഴ വെള്ളത്തിൻ്റെ പ്രത്യേകതയായി കവി കാണുന്നു. പാത്രങ്ങളിൽ എത്ര തേച്ചാലും മായാത്ത കറയായി പറ്റിപ്പിടിച്ചിരിക്കുന്ന ലവണാംശങ്ങളെ വെള്ളത്തിൻ്റെ വേദന എന്നാണ് കവി വിശേഷിപ്പിക്കുന്നത്. കവയിത്രി ദശകങ്ങളായി തെക്കൻ കേരളത്തിലാണ് താമസിക്കുന്നത്. അതിനാൽ അവരുടെ ജീവിതം ഇപ്പോൾ തെക്കൻ നാട്ടിലെ ജലത്തിൽ ഊരുറച്ചു പോയിട്ടുണ്ട്. എങ്കിലും കവിത എഴുതാൻ തുടങ്ങുമ്പോൾ പഴയ കരിമണ്ണു നിറക്കാരിയായ ആലപ്പുഴക്കാരി അവരിൽ ഉണരുന്നു. തൻ്റെ ജൈവികമായ സ്വത്വം വെളിപ്പെടുത്താൻ ജലം എന്ന സംസ്കൃത പദത്തേക്കാൾ വെള്ളം എന്ന പദമാണ് കൂടുതൽ സത്യസന്ധമെന്ന് അവർ തിരിച്ചറിയുന്നു. തൻ്റെ ദേശം മാറിയെങ്കിലും ഉള്ളിലെ സ്വത്വം ഏത് വാക്കിലൂടെ വെളിപ്പെടുത്തണം എന്ന ഉത്കണ്ഠയാണ് ജലമെന്നോ വെള്ളമെന്നോ തിരിച്ചറിയാതെ തിരിയുന്നു, തൊണ്ട ദാഹിക്കുന്നു എന്ന വരികളിൽ തെളിയുന്നത്. 2. ആലപ്പുഴ വെള്ളം എന്ന കവിതയും UA ഖാദറിൻ്റെ അമ്മയെ കാണാത്തവൻ്റെ കാർമേഘങ്ങൾ എന്ന പാഠഭാഗവും ദേശവും സ്വത്വബോധവും എന്ന പ്രമേയത്തിൽ എങ്ങനെ സമാനത പുലർത്തുന്നു എന്ന് വിശകലനം ചെയ്യുക. അനിതാ തമ്പിയുടെ ആലപ്പുഴ വെള്ളം എന്ന കവിതയും UA ഖാദറിൻ്റെ അമ്മയെ കാണാത്തവൻ്റെ കാർമേഘങ്ങൾ എന്ന പാഠഭാഗവും ദേശവും സ്വത്വബോധവും എന്ന പ്രമേയത്തിൽ ആഴത്തിലുള്ള സമാനതകൾ പുലർത്തുന്നു. ദേശം എന്നത് കേവലം ഒരു ഭൗമ പ്രദേശമല്ല, മറിച്ച് വ്യക്തിയുടെ സ്വത്വത്തെ രൂപപ്പെടുത്തുന്ന അനുഭവങ്ങളുടെയും ഓർമ്മകളുടെയും ആകത്തുകയാണെന്ന് 2 എഴുത്തുകാരും സമർത്ഥിക്കുന്നു. 2 കൃതികളിലെയും സമാനതകൾ. ദേശദ്വന്ദ്ങ്ങൾക്കിടയിലുള്ള ജീവിതം. 2 എഴുത്തുകാരും 2 ദേശങ്ങൾക്കിടയിലുള്ള തങ്ങളുടെ ജീവിതത്തെയാണ് അടയാളപ്പെടുത്തുന്നത്. UA ഖാദറിന് താൻ ജനിച്ച ബർമയിലെ ബില്ലീൻ ഹൃദയദേശവും സാഹിത്യ ജീവിതം നയിക്കുന്ന കേരളത്തിലെ പാലൂർ ജീവിതവിലാസവുമാണ്. സമാനമായി അനിതാ തമ്പി പതിറ്റാണ്ടുകളായി തെക്കൻ കേരളത്തിൽ താമസിക്കുമ്പോഴും തൻ്റെ സർഗാത്മകതയുടെ വേരുകൾ ആലപ്പുഴയിലാണെന്ന് തിരിച്ചറിയുന്നു. സ്വത്വപ്രതിസന്ധി. ഏതാണ് എൻ്റെ ദേശം എന്ന ചോദ്യം ഖാദറിനെ അസ്വസ്ഥനാക്കുമ്പോൾ താൻ ആലപ്പുഴയിലെ കരിമണ്ണ് നിറമുള്ള പെൺകുട്ടിയാണോ അതോ തെക്കൻ നാട്ടിലെ ജലം ഉപയോഗിക്കുന്ന വ്യക്തിയാണോ എന്ന സംശയം കവയിത്രിയെയും വേട്ടയാടുന്നു. ജലമെന്നോ വെള്ളമെന്നോ തിരിയാതെ തിരിയുന്നു എന്ന അനിതാ തമ്പിയുടെ വരികളും ഏതാണ് എൻ്റെ ദേശമെന്ന് ഖാദർ ഉഴലുന്നതും ഒരേ സ്വത്വപ്രതിസന്ധിയെയാണ് സൂചിപ്പിക്കുന്നത്. 2 പേരും തങ്ങളുടെ ദേശത്തെ അടയാളപ്പെടുത്താൻ പച്ചയായ ഓർമ്മകളെയും അനുഭവങ്ങളെയും കൂട്ടുപിടിക്കുന്നു. ഖാദർ ബർമയിലെയും പാലൂരിലെയും ചിതറിപ്പോയ ചിത്രങ്ങളെ കോർത്തിണക്കി തൻ്റെ ദേശം കണ്ടെത്താൻ ശ്രമിക്കുന്നു. അനിതാ തമ്പി ആലപ്പുഴയിലെ തൊണ്ടു ചീഞ്ഞ മണവും ഇരുമ്പിൻ്റെ ചുവയും ഉപ്പുരസവും തൻ്റെ ദേശത്തിൻ്റെ സ്വത്വത്തിൻ്റെയും ഭാഗമായി അവതരിപ്പിക്കുന്നു. ദേശത്തിന് അനുയോജ്യമായ ഭാഷ തിരഞ്ഞെടുക്കുന്നതിലും ഇവർ സമാനത പുലർത്തുന്നു. ആലപ്പുഴയിലെ പരിക്കൻ യാഥാർത്ഥ്യങ്ങൾ ഉൾക്കൊള്ളാൻ ജലം എന്ന സംസ്കൃത പദത്തേക്കാൾ തനിമയുള്ള വെള്ളം എന്ന പദമാണ് ഉചിതമെന്ന് കവയിത്രി തിരിച്ചറിയുന്നു. ഖാദറിനെ സംബന്ധിച്ചിടത്തോളം ദേശമെന്നത് ഓർമ്മകളുടെയും ഭാഷകളുടെയും ഒരു സങ്കീർണമായ മിശ്രിതമാണ്. UA ഖാദറും അനിതാ തമ്പിയും തങ്ങളുടെ എഴുത്തിലൂടെ പകരുന്നത് പലായനത്തിലൂടെയോ താമസം മാറുന്നതിലൂടെയോ നഷ്ടപ്പെടാത്ത ജന്മദേശത്തിൻ്റെ തുടുപ്പുകളാണ്. ദേശമെന്നത് ഒരാൾ എവിടെ ഇരിക്കുന്നു എന്നതിലുപരി അയാളുടെ ഉള്ളിൽ ഏത് മണ്ണാണ് പടർന്നു നിൽക്കുന്നത് എന്നതാണെന്ന് ഈ 2 രചനകളും നമ്മെ ബോധ്യപ്പെടുത്തുന്നു. മുരിങ്ങാമരത്തോപ്പ്. ഉണ്ണികൃഷ്ണൻ പുതൂർ രചിച്ച മുരിങ്ങാമരത്തോപ്പ് എന്ന കഥ
പിതൃത്വവും സ്വന്തം വേരുകളും തേടി അലയുന്ന ഒരു മകൻ്റെ വൈകാരികമായ യാത്രയുടെയും ആത്മസംഘർഷത്തിൻ്റെയും ആവിഷ്കാരമാണ്. ആശയം: നേപ്പാളിയായ നരേന്ദ്രൻ എന്ന 23 വയസ്സുകാരനായ ഗൂർഖ വാച്ച്മാനാണ് ഈ കഥയിലെ പ്രധാന കഥാപാത്രം. തൻ്റെ ജനനത്തിനു മുമ്പ് തൻ്റെ അമ്മയായ ഉഷാകുമാരിയെ ഉപേക്ഷിച്ചു പോയ പട്ടാളക്കാരനായ സുബേദാർ KPS നായരിനെ കണ്ടെത്തുക എന്നതാണ് അവൻ്റെ ജീവിത ലക്ഷ്യം. അച്ഛനോട് വെറുപ്പും അമ്മയോട് അളവറ്റ സ്നേഹവും അവൻ വെച്ചു പുലർത്തുന്നു. നരേന്ദ്രൻ്റെ അമ്മ ഒരിക്കലും അച്ഛൻ്റെ നാട് കണ്ടിട്ടില്ലെങ്കിലും അവിടുത്തെ ഭൂപ്രകൃതിയെക്കുറിച്ച് മകന് മനോഹരമായ വിവരണങ്ങൾ നൽകിയിരുന്നു. പൂത്തുലഞ്ഞു നിൽക്കുന്ന പറങ്കിമാവിൻ തോപ്പുകൾ, കായ്ച്ചു നിൽക്കുന്ന മുരിങ്ങാമരങ്ങൾ, ടിപ്പു സുൽത്താൻ്റെ കോട്ട, ചീനവലകൾ തുടങ്ങിയവയെല്ലാം നരേന്ദ്രൻ്റെ മനസ്സിൽ അച്ഛൻ്റെ നാടിൻ്റെ ചിത്രങ്ങളായി ഉറച്ചുപോയി. സ്വന്തം നിലനിൽപ്പിനായി ഉത്തരേന്ത്യയിൽ നിന്നും ദക്ഷിണേന്ത്യയിലേക്ക് യാത്ര ചെയ്ത നരേന്ദ്രൻ പലയിടങ്ങളിൽ ജോലി ചെയ്തിട്ടുണ്ടെങ്കിലും ഒരിടത്തും ഉറച്ചു നിന്നില്ല. ഒടുവിൽ യാദൃശ്ചികമായി അച്ഛൻ്റെ ജന്മനാടായ ചേറ്റുവ മണപ്പുറത്ത് ഗൂർഖ വാച്ച്മാനായി അവൻ നിയോഗിക്കപ്പെടുന്നു. അന്വേഷിക്കുന്നവൻ കണ്ടെത്തുക തന്നെ ചെയ്യും എന്ന ബുദ്ധസന്യാസിയുടെ വാക്കുകൾ അവന് പ്രചോദനമായി. 9-ാം വാർഡിലെ 255-ാം നമ്പർ വീട് പരിശോധിക്കുമ്പോൾ തൻ്റെ കയ്യിലുള്ള പഴയ ഫോട്ടോയിലെ രൂപവുമായി സാമ്യമുള്ള വൃദ്ധനെ അവൻ തിരിച്ചറിയുന്നു. തൻ്റെ അമ്മയെ വഞ്ചിച്ച വർഷങ്ങളായി താൻ വെറുപ്പോടെ തിരഞ്ഞു നടന്ന ആ മനുഷ്യനെ നേരിട്ട് കണ്ടപ്പോൾ പക്ഷേ അവൻ പ്രതിഷേധിച്ചില്ല. വർഷങ്ങൾ നീണ്ട അന്വേഷണത്തിനൊടുവിൽ അച്ഛനെ കണ്ടെത്തിയെങ്കിലും ഒരു വാക്ക് പോലും ഉരിയാടാനാവാതെ ഒരു സലാം മാത്രം നൽകി അവൻ അവിടെ നിന്നും മടങ്ങുന്നു. ലക്ഷ്യം പൂർത്തിയായെങ്കിലും താൻ കണ്ടെത്തിയ സത്യത്തോട് ചേർന്ന് നിൽക്കാനാവാതെ ശൂന്യമായ മനസ്സോടെ അവൻ തൻ്റെ ജീവിതയാത്ര തുടരുന്നു. ദേശമെന്നത് വെറുമൊരു സ്ഥലമല്ലെന്നും അത് ഒരാളുടെ സ്വത്വവും വേരുകളുമാണെന്നും ഈ കഥ അടിവരയിടുന്നു. തൻ്റെ വേരുകൾ കണ്ടെത്തിയെങ്കിലും അത് മുറിഞ്ഞു പോയ ഒന്നാണെന്ന തിരിച്ചറിവാണ് നരേന്ദ്രൻ്റെ മടക്കത്തിലൂടെ വ്യക്തമാകുന്നത്. വിഗ്രഹിക്കുക: മുരിങ്ങാമരത്തോപ്പ്, മുരിങ്ങാമരങ്ങളുടെ തോപ്പ്. ജന്മനാട്, ജനിച്ച നാട്. പൂച്ചക്കണ്ണുകൾ, പൂച്ചയുടെ കണ്ണുകൾ. വിശുദ്ധ നദി, വിശുദ്ധമായ നദി. ഒറ്റവാക്യമാക്കുക: നരേന്ദ്രൻ ഗൂർഖ വാച്ച്മാനായി പലയിടങ്ങളിൽ ജോലി ചെയ്തു. അദ്ദേഹം ഉത്തരേന്ത്യയിൽ നിന്നും ദക്ഷിണേന്ത്യയിലേക്ക് യാത്ര തുടർന്നു. തൻ്റെ അച്ഛനെ കണ്ടെത്തണമെന്നതായിരുന്നു അവൻ്റെ ജീവിത ലക്ഷ്യം. ഉത്തരം: ഗൂർഖ വാച്ച്മാനായി പലയിടങ്ങളിൽ ജോലി ചെയ്ത നരേന്ദ്രൻ തൻ്റെ അച്ഛനെ കണ്ടെത്തണമെന്ന ജീവിത ലക്ഷ്യവുമായി ഉത്തരേന്ത്യയിൽ നിന്നും ദക്ഷിണേന്ത്യയിലേക്ക് യാത്ര തുടർന്നു. തൻ്റെ അമ്മയെ ഉപേക്ഷിച്ച് പോയത് ഒരു പട്ടാളക്കാരനാണ്. അദ്ദേഹത്തിൻ്റെ പേര് KPS നായർ എന്നാണ്. അദ്ദേഹം സുബേദാർ ആയിരുന്നു. തൻ്റെ അമ്മയെ ഉപേക്ഷിച്ചു പോയത് KPS നായർ എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു സുബേദാർ പട്ടാളക്കാരനാണ്. ലഘുവാക്യങ്ങളാക്കുക: ഇരുൾ മൂടിയ സന്ധ്യ മുരിങ്ങാമരത്തോപ്പുകളെയും പുന്നമരക്കൂട്ടങ്ങളെയും തന്നിൽ നിന്ന് അകറ്റുകയാണെന്ന ബോധം അവനെ അസ്വസ്ഥനാക്കി. ഉത്തരം: ഇരുൾ മൂടിയ സന്ധ്യ വന്നു. അത് മുരിങ്ങാമരത്തോപ്പുകളെയും പുന്നമരക്കൂട്ടങ്ങളെയും തന്നിൽ നിന്ന് അകറ്റി. ഈ ബോധം അവനെ അസ്വസ്ഥനാക്കി. ബുദ്ധസന്യാസിയിൽ നിന്ന് ലഭിച്ച പ്രവചനം നരേന്ദ്രന് പ്രതീക്ഷ നൽകുകയും ലക്ഷ്യത്തിൽ ഉറച്ചു നിൽക്കാൻ പ്രചോദനമാവുകയും ചെയ്തു. ഉത്തരം: ബുദ്ധസന്യാസിയിൽ നിന്ന് നരേന്ദ്രന് പ്രവചനം ലഭിച്ചു. അത് അവന് പ്രതീക്ഷ നൽകി. അത് ലക്ഷ്യത്തിൽ ഉറച്ചു നിൽക്കാൻ അവന് പ്രചോദനമായി. ഇനി 1 മാർക്കിൻ്റെ ചോദ്യങ്ങൾ. 1. മുരിങ്ങാമരത്തോപ്പ് എന്ന കഥ രചിച്ചത് ആരാണ്? ഉത്തരം: ഉണ്ണികൃഷ്ണൻ പുതൂർ. 2. കഥയിലെ പ്രധാന കഥാപാത്രമായ നരേന്ദ്രൻ ഏത് രാജ്യക്കാരനാണ്? അദ്ദേഹത്തിൻ്റെ ജോലി എന്താണ്? നേപ്പാളിയായ ഗൂർഖ വാച്ച്മാൻ. 3. നരേന്ദ്രൻ തൻ്റെ അമ്മയിൽ നിന്നും കേട്ടറിഞ്ഞ അച്ഛൻ്റെ ജന്മനാട് ഏതാണ്? ഉത്തരം: ചേറ്റുവ മണപ്പുറം. 4. നരേന്ദ്രൻ്റെ അമ്മയുടെ ഉള്ളിൽ കണ്ണീരായി ഒട്ടിനിന്ന സ്മരണകൾ എന്തിനെക്കുറിച്ചുള്ളതായിരുന്നു? ഉത്തരം: ഏതാനും മാസങ്ങൾ മാത്രം നീണ്ടുനിന്ന ആത്മബന്ധത്തിൻ്റെ നിറപ്പകിട്ടാർന്ന ദിനങ്ങളുടെ മാധുര്യത്തെക്കുറിച്ച്. 5. നരേന്ദ്രൻ്റെ അച്ഛനെക്കുറിച്ചുള്ള വർണ്ണനയിൽ അമ്മ പറഞ്ഞിട്ടുള്ള കണ്ണിൻ്റെ പ്രത്യേകത എന്തായിരുന്നു? ഉത്തരം: തിളങ്ങുന്ന പൂച്ചക്കണ്ണുകൾ. 6. ബുദ്ധസന്യാസിയിൽ നിന്ന് നരേന്ദ്രന് ലഭിച്ച പ്രവചനം എന്തായിരുന്നു? ഉത്തരം: അന്വേഷിച്ചാൽ കണ്ടെത്തും. അന്വേഷണത്തിലാണ് ശ്രദ്ധിക്കേണ്ടത്. 7. ചേറ്റുവ മണപ്പുറം എന്ന പ്രദേശം ഏത് സൂചനകളിലാണ് പാഠഭാഗത്ത് അവതരിപ്പിക്കുന്നത്? 3 ഭാഗവും പുഴയും പടിഞ്ഞാറ് കടലുമുള്ള ഒരു ദ്വീപ്. 8. നരേന്ദ്രൻ തൻ്റെ അച്ഛനെ കണ്ടെത്തിയ ശേഷം നൽകിയത് എന്തായിരുന്നു? ഒരു സലാം മാത്രം. ഇനി 3 മാർക്കിൻ്റെ ചോദ്യങ്ങളാണ്. 1. നരേന്ദ്രൻ്റെ പൊള്ളുന്ന മനസ്സിൻ്റെ ഉള്ളറയിൽ തെല്ലുനേരം സാന്ത്വനത്തിൻ്റെ കുളിർക്കാറ്റ് വീശിയോ? ഈ വാക്യം നൽകുന്ന വൈകാരികമായ സൂചന എന്ത്? ഉത്തരം: ഉണ്ണികൃഷ്ണൻ പുതൂരിൻ്റെ മുരിങ്ങാമരത്തോപ്പ് എന്ന കഥയിലെ ഈ വാചകം നരേന്ദ്രൻ എന്ന കഥാപാത്രത്തിൻ്റെ സംഘർഷഭരിതമായ മാനസികാവസ്ഥയെയും അയാൾക്ക്
ലഭിച്ച താൽക്കാലികമായ ആശ്വാസത്തെയുമാണ് അടയാളപ്പെടുത്തുന്നത്. ഇതിൻ്റെ വൈകാരികമായ സൂചനകൾ: 1. പൊള്ളുന്ന മനസ്സ്. തൻ്റെ ജനനത്തിനു മുൻപ് അമ്മയെ ഉപേക്ഷിച്ചു പോയ അച്ഛനോടുള്ള വെറുപ്പും അമ്മ അനുഭവിച്ച കടുത്ത ദാരിദ്ര്യവും രോഗവും നരേന്ദ്രൻ്റെ ഉള്ളിൽ വലിയ നൊമ്പരമായി നിലനിൽക്കുന്നു. വർഷങ്ങളോളം നീണ്ട അലച്ചിലിനും അച്ഛനെ കണ്ടെത്താനുള്ള തീവ്രമായ അന്വേഷണവും അവൻ്റെ മനസ്സിനെ എപ്പോഴും അശാന്തമാക്കിക്കൊണ്ടിരുന്നു. ഈ തീവ്രമായ ദുഃഖത്തെയും ആത്മസംഘർഷത്തെയുമാണ് പൊള്ളുന്ന മനസ്സ് എന്ന് വിശേഷിപ്പിക്കുന്നത്. 2. സാന്ത്വനത്തിൻ്റെ കുളിർക്കാറ്റ്. ബുദ്ധഗയയിൽ വെച്ച് ഒരു സന്യാസി നരേന്ദ്രനോട് പറഞ്ഞ വാക്കുകൾ അവന് വലിയ പ്രതീക്ഷ നൽകി. അന്വേഷിച്ചാലേ കണ്ടെത്തുന്ന നിമിഷം ആനന്ദാനുഭൂതി കൈവരുന്നു, അതാണ് മോക്ഷം എന്ന സന്യാസിയുടെ വാക്കുകൾ അവൻ്റെ മനസ്സിലെ കഠിനമായ വേദനകൾക്കിടയിൽ ലഭിച്ച ക്ഷണികമായ ആശ്വാസമായിരുന്നു. ലക്ഷ്യം നേടാനുള്ള ഒരു പുതിയ ഊർജം ആ വാക്കുകളിലൂടെ അവന് ലഭിക്കുന്നു. കഥാകാരൻ കഥാപാത്രത്തിൻ്റെ ആന്തരികമായ വികാരങ്ങളെ പ്രകൃതി ദൃശ്യങ്ങളുമായി ബന്ധിപ്പിച്ചാണ് അവതരിപ്പിക്കുന്നത്. പൊള്ളുന്ന മനസ്സിന് ഒരു തണുത്ത കാറ്റ് ലഭിക്കുന്നത് പോലെ സന്യാസിയുടെ വാക്കുകൾ അവൻ്റെ സംഘർഷഭരിതമായ മനസ്സിന് ശാന്തി നൽകി എന്ന് ഇത് സൂചിപ്പിക്കുന്നു. അച്ഛനോടുള്ള വെറുപ്പും അമ്മയോടുള്ള സ്നേഹവും കാരണം നീറിക്കൊണ്ടിരുന്ന നരേന്ദ്രൻ്റെ മനസ്സിൽ ദാർശനികമായ വാക്കുകൾ പകർന്നു നൽകിയ പ്രത്യാശയാണ് ഈ വാക്യം പ്രതിനിധീകരിക്കുന്നത്. 2. നരേന്ദ്രൻ താൻ അന്വേഷിക്കുന്ന സത്യത്തെക്കുറിച്ച് ബുദ്ധഗയയിൽ നിന്ന് എന്ത് ധാരണയാണ് നേടിയത്? ഉത്തരം: ഉണ്ണികൃഷ്ണൻ പുതൂരിൻ്റെ മുരിങ്ങാമരത്തോപ്പ് എന്ന കഥയിൽ നരേന്ദ്രൻ തൻ്റെ അച്ഛനെ തേടിയുള്ള അലച്ചിലിനിടയിലാണ് ബുദ്ധഗയയിൽ സന്ദർശിക്കുന്നത്. അവിടെ വെച്ച് ഒരു ബുദ്ധസന്യാസിയിൽ നിന്നും സത്യത്തെക്കുറിച്ചും അന്വേഷണത്തിനെക്കുറിച്ചും താഴെ പറഞ്ഞ പ്രധാന ധാരണകളാണ് അവൻ നേടിയത്. 1. അന്വേഷണത്തിൻ്റെ പ്രാധാന്യം. അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത് കണ്ടെത്താതെ ഇരിക്കില്ല എന്ന ഉറച്ച വിശ്വാസം സന്യാസിയുടെ വാക്കുകൾ അവന് നൽകി. ഫലത്തെക്കാൾ ഉപരി അന്വേഷണത്തിലാണ് ശ്രദ്ധിക്കേണ്ടതെന്നും ഒരിക്കലും ശ്രമം ഉപേക്ഷിക്കരുതെന്നും അവൻ മനസ്സിലാക്കി. 2. മോക്ഷമെന്നാൽ എന്ത്? അന്വേഷിച്ച് കണ്ടെത്തുന്ന നിമിഷം ഉണ്ടാകുന്ന ആനന്ദാനുഭൂതിയാണ് മോക്ഷമെന്ന് സന്യാസി നരേന്ദ്രനെ പഠിപ്പിച്ചു. 3. സത്യത്തിൻ്റെ സ്വഭാവം. സത്യങ്ങൾ പലപ്പോഴും ഭാഗികമാണെന്നും പൂർണ്ണത കൈവരിക്കുന്നതാണ് യഥാർത്ഥ സത്യമെന്നുമുള്ള ദാർശനികമായ അറിവ് അവന് ലഭിച്ചു. ബോധിസത്യൻ സത്യം കണ്ടെത്തിയത് അന്വേഷിച്ചു പോയപ്പോഴാണെന്നും സന്യാസി അവനെ ബോധ്യപ്പെടുത്തി. 4. പ്രത്യാശയും സാന്ത്വനവും. സന്യാസിയുടെ ഈ വാക്കുകൾ ദൈവവചനമായാണ് നരേന്ദ്രന് അനുഭവപ്പെട്ടത്. അച്ഛനോടുള്ള വെറുപ്പും അമ്മയുടെ വേർപാടും കാരണം നീറിക്കൊണ്ടിരുന്ന അവൻ്റെ പൊള്ളുന്ന മനസ്സിൻ്റെ ഉള്ളറയിൽ ഈ വാക്കുകൾ ഒരു സാന്ത്വനത്തിൻ്റെ കുളിർക്കാറ്റായി മാറി. തൻ്റെ വേരുകൾ തേടിയുള്ള യാത്ര വെറുമൊരു അലച്ചിലല്ലെന്നും അത് ഒരു വലിയ സത്യത്തിലേക്കുള്ള പ്രയാണമാണെന്നുമുള്ള തിരിച്ചറിവാണ് നരേന്ദ്രന് ബുദ്ധഗയയിൽ വെച്ച് ലഭിച്ചത്. നരേന്ദ്രൻ്റെ അച്ഛൻ്റെ ജന്മനാട്ടിലെ പ്രകൃതിയെ വർണ്ണിക്കാൻ ഉപയോഗിക്കുന്ന ഏതെങ്കിലും 4 സവിശേഷതകൾ പട്ടികപ്പെടുത്തുക. ഉണ്ണികൃഷ്ണൻ പുതൂരിൻ്റെ മുരിങ്ങാമരത്തോപ്പ് എന്ന കഥയിൽ നരേന്ദ്രൻ്റെ അച്ഛൻ്റെ ജന്മനാടായ ചേറ്റുവ മണപ്പുറത്തെ പ്രകൃതിയെ വർണ്ണിക്കാൻ താഴെ പറയുന്ന സവിശേഷതകൾ ഉപയോഗിക്കുന്നു. പറങ്കിമാവിൻ തോപ്പുകളും മുരിങ്ങാമരങ്ങളും. ആ നാട്ടിൽ പറങ്കിമാവുകൾ പൂത്തുലഞ്ഞു നിൽക്കുന്നു. വഴിയോരങ്ങളിൽ കായ്ച്ചു നിൽക്കുന്ന മുരിങ്ങാമരങ്ങൾ ധാരാളമായി കാണാം. സസ്യസമൃദ്ധി. കാറ്റിലാടി ഉലയുന്ന പുന്നമരങ്ങളും മണൽപ്പരപ്പിൽ വളർന്നു നിൽക്കുന്ന രാമച്ചക്കാടുകളും അവിടുത്തെ പ്രകൃതിക്ക് ഭംഗി നൽകുന്നു. കൂടാതെ നാട്ടുമാവുകളും പായൽ പിടിച്ച കുളങ്ങളും അവിടുത്തെ പ്രത്യേകതയാണ്. ജലസമൃദ്ധമായ ഭൂപ്രകൃതി. 3 ഭാഗത്തും പുഴയും പടിഞ്ഞാറ് കടലും ചേർന്നൊരു ദ്വീപാണ് ഈ പ്രദേശം. തോടുകൾക്ക് ഇരുപുറവും കരവെച്ചതുപോലെ വളർന്നു നിൽക്കുന്ന പൂക്കൈതകളും അറ്റക്കഴകളും ജലാശയങ്ങൾക്ക് മിഴിവേകുന്നു. ജീവജാലങ്ങളുടെ സാന്നിധ്യം. പുഴയിൽ മുങ്ങാൻ കുഴിയിടുന്ന ചീനവലകൾ, അവയ്ക്ക് മുകളിൽ ഉറക്കം നടിച്ചിരിക്കുന്ന പൊന്മകൾ, പുഴക്കരയിലെ മരങ്ങളിൽ ചേക്കേറുന്ന വെള്ളക്കൊക്കുകൾ എന്നിവ ആ നാടിൻ്റെ ജൈവികമായ അടയാളങ്ങളാണ്. മണൽപ്പുറങ്ങളും ജലാശയങ്ങളും തനിമയുള്ള സസ്യജാലങ്ങളും ഇടചേർന്ന മനോഹരമായ ഒരു നാടായിട്ടാണ് നരേന്ദ്രൻ്റെ അമ്മ ഈ ദേശത്തെ മകന് വിവരിച്ചു കൊടുക്കുന്നത്. ഇനി 5 മാർക്കിൻ്റെ ചോദ്യങ്ങളാണ്. 1. ഇരുൾ മൂടിയ സന്ധ്യ മുരിങ്ങാമരത്തോപ്പുകളെയും പുന്നമരക്കൂട്ടങ്ങളെയും തന്നിൽ നിന്ന് അകറ്റുകയാണെന്ന ബോധ്യം അവനെ അസ്വസ്ഥനാക്കി. ഈ പ്രകൃതി വർണ്ണന നരേന്ദ്രൻ്റെ മാനസികാവസ്ഥയുമായി എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു? ഉത്തരം: ഉണ്ണികൃഷ്ണൻ പുതൂരിൻ്റെ മുരിങ്ങാമരത്തോപ്പ് എന്ന കഥയിലെ ഈ പ്രകൃതി വർണ്ണന നരേന്ദ്രൻ എന്ന കഥാപാത്രത്തിൻ്റെ ആന്തരികമായ സംഘർഷങ്ങളെയും ലക്ഷ്യം കണ്ടെത്തുന്നതിന് ശേഷമുള്ള ശൂന്യതയെയും പ്രതിഫലിപ്പിക്കുന്നു. ഇതിൻ്റെ പ്രധാന കാരണങ്ങൾ താഴെ പറയുന്നവയാണ്. 1. അമ്മയുടെ സ്മരണകളും സ്വത്വവും. നരേന്ദ്രൻ്റെ മനസ്സിൽ അച്ഛൻ്റെ നാടിനെക്കുറിച്ചുള്ള ഏക ചിത്രം അമ്മ വിവരിച്ചു നൽകിയ
മുരിങ്ങാമരങ്ങളും പുന്നമരങ്ങളുമായിരുന്നു. താൻ ജനിച്ചു വളർന്നതല്ലെങ്കിലും തൻ്റെ വേരുകൾ കിടക്കുന്നത് ഈ മരങ്ങൾക്കിടയിലാണെന്ന് അവൻ വിശ്വസിച്ചിരുന്നു. ഇരുട്ട് മൂടുമ്പോൾ ഈ കാഴ്ചകൾ അവനിൽ നിന്ന് മറയുന്നത് തൻ്റെ വേരുകളുമായുള്ള ആത്മബന്ധം എന്നേക്കുമായി മുറിഞ്ഞു പോകുന്നതിൻ്റെ സൂചനയാണ്. 2. ലക്ഷ്യം കണ്ടതിനു ശേഷമുള്ള ശൂന്യത. വർഷങ്ങളായി താൻ തിരഞ്ഞു നടന്ന അച്ഛനെ ഒടുവിൽ കണ്ടെത്തിയെങ്കിലും ഒരു വാക്ക് പോലും ഉരിയാടാനാവാതെ കേവലം ഒരു സലാം മാത്രം നൽകി നരേന്ദ്രൻ അവിടെ നിന്നും മടങ്ങുകയാണ്. തൻ്റെ വലിയൊരു ലക്ഷ്യം പൂർത്തിയായെങ്കിലും തൻ്റെ ജീവിതത്തിൽ ഇനി എന്ത് എന്ന ചോദ്യവും വൈകാരികമായ ശൂന്യതയുമാണ് ആ ഇരുൾ മൂടിയ സന്ധ്യയിൽ പ്രതിഫലിക്കുന്നത്. 3. മാനസികാവസ്ഥയുടെ പ്രതിഫലനം. നരേന്ദ്രൻ്റെ ഉള്ളിലെ നൊമ്പരത്തെയും സങ്കടത്തെയും പ്രകൃതിയുമായി ബന്ധിപ്പിച്ചാണ് കഥാകാരൻ അവതരിപ്പിക്കുന്നത്. അച്ഛനെ കണ്ടെത്തിയിട്ടും അന്യനായി മടങ്ങേണ്ടി വന്ന നരേന്ദ്രൻ്റെ വിഷാദവും ഏകാന്തതയുമാണ് ആ ഇരുൾ മൂടിയ സന്ധ്യയിലൂടെ പ്രകടമാകുന്നത്. 4. അസ്വസ്ഥത. മുരിങ്ങാമരത്തോപ്പുകൾ തന്നിൽ നിന്ന് അകലുന്നത് തൻ്റെ ഭൂതകാല ഓർമ്മകളും വേരുകളും തന്നിൽ നിന്ന് എന്നേക്കുമായി വിട്ടുപോകുന്നു എന്ന തിരിച്ചറിവാണ് അവനെ അസ്വസ്ഥനാക്കുന്നത്. ചുരുക്കത്തിൽ തൻ്റെ സ്വത്വത്തിൻ്റെ ഭാഗമായി കരുതിയിരുന്ന ഭൂപ്രകൃതിയിൽ നിന്നും അച്ഛനിൽ നിന്നും ഒരേ സമയം അകന്നു പോകുന്ന നരേന്ദ്രൻ്റെ ഏകാന്തതയും നിസ്സഹായതയുമാണ് ഈ പ്രകൃതി വർണ്ണനയിലൂടെ വ്യക്തമാകുന്നത്. ഇനി 7 മാർക്കിൻ്റെ ചോദ്യങ്ങൾ. 1. മുരിങ്ങാമരത്തോപ്പ് എന്ന കഥയിൽ ഉണ്ണികൃഷ്ണൻ പുതൂർ സ്വീകരിച്ച സരളവും കാവ്യാത്മകവുമായ ഭാഷാശൈലി കഥാപാത്രത്തിൻ്റെ വൈകാരികതയെ വായനക്കാരിലേക്ക് ശക്തമായി സംവേദനം ചെയ്യാൻ എങ്ങനെ സഹായിക്കുന്നു എന്ന് വിശകലനം ചെയ്യുക. ഉത്തരം: ഉണ്ണികൃഷ്ണൻ പുതൂരിൻ്റെ മുരിങ്ങാമരത്തോപ്പ് എന്ന കഥയിൽ അദ്ദേഹം സ്വീകരിച്ചിരിക്കുന്ന സരളവും കാവ്യാത്മകവുമായ ഭാഷാശൈലി നരേന്ദ്രൻ എന്ന കഥാപാത്രത്തിൻ്റെ ആത്മസംഘർഷങ്ങളെയും വൈകാരിക അവസ്ഥയെയും വായനക്കാരിലേക്ക് എത്തിക്കുന്നതിൽ വലിയ പങ്ക് വഹിക്കുന്നുണ്ട്. ഇതിൻ്റെ പ്രധാന കാരണങ്ങൾ താഴെ പറയുന്നവയാണ്. 1. വൈകാരികമായ ബിംബകൽപ്പനകൾ. നരേന്ദ്രൻ്റെ മനസ്സിലെ തീവ്രമായ ദുഃഖത്തെയും വർഷങ്ങൾ നീണ്ട അലച്ചിലിനെയും ആവിഷ്കരിക്കാൻ കവിതാതുല്യമായ പ്രയോഗങ്ങളാണ് പുതൂർ ഉപയോഗിച്ചിരിക്കുന്നത്. ഉദാഹരണത്തിന്, നരേന്ദ്രൻ്റെ പൊള്ളുന്ന മനസ്സിൻ്റെ ഉള്ളറയിൽ തെല്ലുനേരം സാന്ത്വനത്തിൻ്റെ കുളിർക്കാറ്റ് വീശിയോ എന്ന വാചകം അവൻ്റെ മാനസികാവസ്ഥയെ കേവലം വിവരണങ്ങൾക്കപ്പുറം വായനക്കാരന് അനുഭവേദ്യമാക്കുന്നു. കഥാപാത്രത്തിൻ്റെ ആന്തരിക വികാരങ്ങളെ ചിത്രീകരിക്കാൻ കഥാകാരൻ പ്രകൃതി ദൃശ്യങ്ങളെ ഫലപ്രദമായി ഉപയോഗിക്കുന്നു. നരേന്ദ്രൻ്റെ ഓർമ്മകളിലുള്ള അച്ഛൻ്റെ നാടിൻ്റെ വർണ്ണനകളും കഥാന്ത്യത്തിലെ ഇരുൾമൂടിയ സന്ധ്യയും അവൻ്റെ ഏകാന്തതയെയും ശൂന്യതയെയും അടയാളപ്പെടുത്തുന്ന പ്രതീകങ്ങളായി മാറുന്നു. സങ്കീർണമായ പദപ്രയോഗങ്ങൾ ഒഴിവാക്കി ലളിതമായ ഭാഷയിലാണ് കഥ വിവരിക്കുന്നത്. ഇത് നരേന്ദ്രൻ്റെ നിസ്സഹായതയെയും അവൻ്റെ അന്വേഷണത്തിന് സത്യസന്ധതയെയും വായനക്കാർക്ക് എളുപ്പത്തിൽ മനസ്സിലാക്കാൻ സഹായിക്കുന്നു. ബുദ്ധസന്യാസിയുടെ വാക്കുകളിലൂടെ ജീവിതത്തിൻ്റെ അനിശ്ചിതത്വങ്ങളെയും സത്യത്തെയും കുറിച്ചുള്ള ദാർശനികമായ ചിന്തകൾ കഥയ്ക്ക് ആഴം നൽകുന്നു. കഥാന്ത്യത്തിൽ അച്ഛനെ കണ്ടെത്തിയിട്ടും ഒന്നും മിണ്ടാതെ മടങ്ങുന്ന നരേന്ദ്രൻ്റെ മൗനം ആ സരളമായ ഭാഷാശൈലിയിലൂടെ വലിയൊരു ആത്മനൊമ്പരമായി വായനക്കാരിലേക്ക് പടരുന്നു. വാക്കുകളിലൂടെ ദൃശ്യങ്ങൾ സൃഷ്ടിക്കുന്ന രീതിയും പ്രകൃതിയെ മനസ്സിൻ്റെ കണ്ണാടിയാക്കുന്ന ശൈലിയും കാരണമാണ് നരേന്ദ്രൻ്റെ വേദന വായനക്കാരൻ്റേതു കൂടിയായി മാറുന്നത്. 2. നരേന്ദ്രൻ്റെ ജീവിതയാത്രയിൽ പിതൃത്വം തേടിയുള്ള അന്വേഷണം ഒരു മോക്ഷമാർഗമായി മാറുന്നത് എങ്ങനെയെന്ന് ബുദ്ധസന്യാസിയുടെ വാക്കുകൾ മുൻനിർത്തി വിശകലനം ചെയ്യുക. ഉത്തരം: ഉണ്ണികൃഷ്ണൻ പുതൂരിൻ്റെ മുരിങ്ങാമരത്തോപ്പ് എന്ന കഥയിൽ നരേന്ദ്രൻ തൻ്റെ പിതൃത്വം തേടി നടത്തുന്ന ദീർഘമായ യാത്ര കേവലം ഒരു വ്യക്തിയെ കണ്ടെത്താനുള്ള അന്വേഷണമല്ല, മറിച്ച് തൻ്റെ സ്വത്വത്തിൻ്റെ പൂർണ്ണതയിലേക്കുള്ള ഒരു പ്രയാണമാണ്. ബുദ്ധഗയയിൽ വെച്ച് സന്യാസി നൽകിയ ദാർശനികമായ ഉപദേശങ്ങൾ ഈ അന്വേഷണത്തിന് ഒരു ആത്മീയ മാനം നൽകുകയും അതിനെ ഒരു മോക്ഷമാർഗമായി മാറ്റുകയും ചെയ്യുന്നു. അന്വേഷണത്തിൻ്റെ മഹത്വം. അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത് കണ്ടെത്താതെ ഇരിക്കില്ല എന്നും അന്വേഷണത്തിലാണ് ശ്രദ്ധിക്കേണ്ടതെന്നും സന്യാസി നരേന്ദ്രനെ പഠിപ്പിക്കുന്നു. ലക്ഷ്യത്തെക്കാളുപരി ആ ലക്ഷ്യത്തിലേക്കുള്ള യാത്രയും അതിൽ കാണിക്കുന്ന സ്ഥിരതയുമാണ് പ്രധാനമെന്ന് അദ്ദേഹം വ്യക്തമാക്കുന്നു. ഇത് നരേന്ദ്രൻ്റെ ഉള്ളിലെ നിരാശയെ മാറ്റി മുമ്പോട്ടുള്ള യാത്രയ്ക്ക് ഊർജം നൽകുന്നു. സന്യാസിയുടെ വാക്കുകളിൽ അന്വേഷിച്ചാലേ കണ്ടെത്തുന്ന നിമിഷം ആനന്ദാനുഭൂതി കൈവരുന്നു. അതാണ് മോക്ഷം. സാധാരണ നിലയിൽ ജനന മരണങ്ങളിൽ നിന്നുള്ള മുക്തിയാണ് മോക്ഷം എന്ന് വിളിക്കുന്നതെങ്കിലും ഇവിടെ തൻ്റെ ജീവിത ലക്ഷ്യം പൂർത്തിയാക്കുമ്പോൾ ലഭിക്കുന്ന ആത്മസംതൃപ്തിയാണ് സന്യാസി മോക്ഷമായി വിശേഷിപ്പിച്ചത്. സത്യങ്ങൾ ഭാഗികങ്ങളാണ് മകനെ, പൂർണ്ണത കൈവരിക്കുന്നതാണ് സത്യം എന്ന് സന്യാസി പറയുന്നു. അച്ഛൻ എവിടെയോ ഉണ്ടെന്ന അറിവ് നരേന്ദ്രന് ഒരു ഭാഗിക സത്യം മാത്രമായിരുന്നു.
തൻ്റെ അലച്ചിലൂടെ ആ അച്ഛനെ നേരിട്ട് കണ്ടെത്തുമ്പോൾ മാത്രമേ അവൻ്റെ ജീവിതത്തിൻ്റെ സത്യം പൂർണ്ണത കൈവരിക്കുന്നുള്ളൂ. അച്ഛനോടുള്ള വെറുപ്പും അമ്മയുടെ വിയോഗവും കാരണം നീറിക്കൊണ്ടിരുന്ന നരേന്ദ്രൻ്റെ പൊള്ളുന്ന മനസ്സിന് സന്യാസിയുടെ ഈ വാക്കുകൾ ഒരു വലിയ സാന്ത്വനമായി മാറി. തൻ്റെ അന്വേഷണം വെറുതെ ആകില്ലെന്ന ഉറച്ച വിശ്വാസം അവനിൽ ജനിപ്പിക്കാൻ ഈ വാക്കുകൾക്ക് കഴിഞ്ഞു. കഥാന്ത്യത്തിൽ ചേറ്റുവ മണപ്പുറത്ത് വെച്ച് തൻ്റെ അച്ഛനായ സുബേദാർ KPS നായരെ നരേന്ദ്രൻ കണ്ടെത്തുന്നു. തൻ്റെ മുൻപിൽ നിൽക്കുന്ന വൃദ്ധനോട് പ്രതികാരം ചെയ്യാനോ സംസാരിക്കാനോ അവൻ ശ്രമിക്കുന്നില്ല. പകരം ഒരു സലാം മാത്രം നൽകി അവൻ അവിടെ നിന്നും മടങ്ങുന്നു. ഇവിടെ തൻ്റെ അന്വേഷണം പൂർത്തിയായി എന്ന തിരിച്ചറിവിലൂടെ ലഭിക്കുന്ന ആന്തരികമായ ശാന്തിയാണ് സന്യാസി പറഞ്ഞ മോക്ഷമെന്ന് നമുക്ക് കാണാൻ കഴിയും. ചുരുക്കത്തിൽ പിതൃത്വം തേടിയുള്ള നരേന്ദ്രൻ്റെ യാത്ര അവനെ സന്യാസി സൂചിപ്പിച്ചതുപോലെ തൻ്റെ ഉള്ളിലെ സംഘർഷങ്ങളിൽ നിന്നും വിമുക്തനാക്കി ആത്മീയമായ ഒരു പൂർണ്ണതയിലേക്കും, അതായത് മോക്ഷത്തിലേക്കും സമാധാനത്തിലേക്കും നയിക്കുന്നു.